ലുണാറ്റിക് ആയിട്ടുള്ള മുൻപിൻ വിചാരം ഒന്നുമില്ലാത്ത, എന്താ പറയാ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലച്ചോറില്ലാത്ത രണ്ട് ലോക നേതാക്കള് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ തലവന്മാര്. പറഞ്ഞു വരുന്നത് ബെഞ്ചമിനെ തന്നെയാവും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രംപിന്റെയും കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ കോമൺ സെൻസിൽ നിന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിധത്തിലും ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു വിധത്തിലും ഒരു എന്താ പറയുക, ഒരു കോമൺ ഗ്രൗണ്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ഈ രണ്ട് മനുഷ്യന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ രാജ്യത്തിന് മാത്രമല്ല പ്രശ്നം, ലോകത്തിനും ലോക രാജ്യങ്ങൾക്കും ലോകത്തിന്റെ ഈ വേൾഡിന്റെ തന്നെ എക്കണോമിക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് മനുഷ്യന്മാര്. എന്താ ഇതിന് പറയാ? ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്തെങ്കിലും ഒരു സിവിൽ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില്ല. ഒരു രാജ്യത്ത് കയറി ചെല്ലുക, അവിടെ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ അടിച്ചുകൊണ്ട് പോരുക, എന്നിട്ട് അവിടെ വേറൊരു പ്രസിഡന്റിനെ എന്താ പറയാ അവരോധിക്കുക, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് കയറിയിട്ട് അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കുക. ഇത് എന്താണ്? ഇത് മനസ്സിലാവുന്നില്ല. ഒരു രാജ്യം വേറെ രാജ്യത്ത് കയറിയിട്ടാണ് ചെയ്യുന്ന ഈ പരിപാടി. അല്ലാതെ ഒരു വീട്ടില് ഒരു കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നം പോലെ ഒന്നും അല്ലല്ലോ ഇത്. ഇതിന് എന്തെന്നാ പറയാ? ഇതിന് ലുണാറ്റിക് ആണെന്ന് പറയാൻ പറ്റുമോ? ക്രേസി ആണ് എന്തെന്ന് പറയാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പറയാം, നമ്മള് സോഷ്യൽ മീഡിയ എടുത്താലും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ എടുത്താലൊക്കെ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഇറാന്റെ മേലെ ഇസ്രായേലും അമേരിക്ക നടത്തുകൊണ്ടിരിക്കുന്ന ആക്രമണം അതേപോലെ തന്നെ ഈ ഇറാന്റെ റിട്ടാലിയേഷനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ അടുക്കള വരെ കയറി വന്നിട്ടുണ്ട് ഈ ഒരു വാർ എന്ന് പറയുന്നത്. ആൾക്കാര് നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന, മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഈ പറയുന്ന എന്താ പറയാ വീട്ടിലിരുന്നിട്ടാണ് ഇപ്പൊ അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ അവര് കമ്പനീസിൽ വർക്ക് ചെയ്യുകയൊന്നും ചെയ്യുന്നത്. എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് ഈ രീതിയിൽ? എത്ര കാലം കമ്പനീസ് അതിനെ ടോളറേറ്റ് ചെയ്യും? നമുക്കറിയാലോ, ഈ പറയുന്ന എന്താ പറയാ കൊറോണന്റെ സമയത്ത് ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കുറെ ആൾക്കാർ ലേ ഓഫ് വന്നത്, കമ്പനികൾ നഷ്ടത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തത്. ഇപ്പൊ ആരാംകോ അടച്ചിട്ടു, അതേപോലെ തന്നെ എന്താണ് ഗ്യാസ് പ്ലാന്റുകൾ അടച്ചിട്ടു, ഇങ്ങനത്തെ ഇതെല്ലാം അടച്ചു. അതേപോലെ തന്നെ വ്യോമപാത അടച്ചു. അത് ഏകദേശം മാർക്കറ്റില് ബാരലിന് ഏകദേശം 700 രൂപയോളം, ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ബാരലിന് 700-800 രൂപയോളം കൂടി. അപ്പൊ ഇതെന്ന് പറയുന്നത് 8%, 9% ഒക്കെയാണ് ഈ വില കൂടുന്നത്. ഇത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്മാരും അനുഭവിക്കാൻ പോകുന്ന ഈ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ച് നോക്കിയേ. ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ രണ്ട് ലുണാറ്റിക്സ്, ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോ പല തരത്തിലുള്ള നരേഷൻസ് വരുന്നുണ്ട്. ഇസ്രായേലിന് അഫ്കോഴ്സ് ഇസ്രായേലിന് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്വപ്നമുണ്ട്. ഗാസ എന്ന് പറയുന്ന മുനമ്പിനെ ഒഴിപ്പിച്ച് ഗാസേനെയും പിന്നെ അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെല്ലാം ഒഴിപ്പിച്ചത് മൊത്തത്തിൽ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ ആ ഒരു പ്രോമിസ്ഡ് ലാൻഡ് ആക്കി മാറ്റാനുള്ള ലക്ഷ്യം അവർക്ക് പണ്ടേ ഉണ്ട്. അവർ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ റെസിസ്റ്റിന് ഫ്യൂവൽ ചെയ്യുന്നത് ആരാണ് സത്യത്തില്? ഇറാനാണ്. അറബ് കൺട്രീസ് ഒന്നുമല്ല, ഇറാനാണ് അതിനെ ആ റെസിസ്റ്റിനെ ഫ്യൂൽ ചെയ്യുന്ന ആൾക്കാരെ. ഹമാസിനാണെന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളക്ക് ആണെന്നുണ്ടെങ്കിലൊക്കെ ആയുധങ്ങൾ എത്തിക്കുന്ന എല്ലാം ഇറാനാണ്. അപ്പൊ ഇവരുടെ മേജർ ത്രെട്ട് ഈ ഇറാൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം ഈ ലോകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ്. ഇറാനാണ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഇറാനെ ഇല്ലാണ്ടാക്കുക, ഇറാനെ പീസ് ആക്കിയിട്ട് വേറെ രാജ്യങ്ങളാക്കി മാറ്റുക, അല്ലെങ്കിൽ ഇറാനിൽ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവന്നിട്ട് അവിടെ ഈ പെഹ്ലവിന്റെ മകനെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇസ്രായേലിനെ ഒരു പ്രോ ഇസ്രായേലി ഗവൺമെന്റിനെ അവിടെ ഉണ്ടാക്കി ഇറാനിൽ നിന്ന് ത്രെട്ടിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. ഇതൊക്കെയാണ് ഇങ്ങേരുടെ ലക്ഷ്യം. അപ്പൊ ട്രംപിന്റെ ലക്ഷ്യം എന്താ? ട്രംപിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മീഡിയ വണ്ടിന്റെ മറ്റേ ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ഫയലാണ്. ആ എപ്സ്റ്റീൻ ഫയൽ ആണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതുകൊണ്ട് മാത്രം ഇങ്ങനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തിട്ട് ഈ മിഡ് ടേം ഇലക്ഷനെ കടന്നുകൂടാമെന്നോ, അല്ലെങ്കിൽ ഈ ട്രംപിനെതിരെയുള്ള ഈ ഒരു എന്താ പറയാ ജനപ്രീതി കുറഞ്ഞ ആ ഒരു സംഭവത്തിനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള കൈൻഡ് ഓഫ് സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളതിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു വീഡിയോസ് ഉണ്ട്. അതായത് അമേരിക്കയുടെ ഹൗസ് ഓഫ് ജസ്റ്റിസില് നമ്മുടെ അറ്റോർണി ജനറൽ പാം ബോണ്ടി എന്ന് പറയുന്ന ആ പുള്ളിക്കാരിനെ വറുത്തു കോരുന്ന വീഡിയോകൾ നമുക്ക് കാണാം. അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ലൂയി
ടോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്പറൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ എന്താ പറയാ, ഒരു 5-6 ലിറ്റർ എണ്ണയില് പുള്ളിക്കാരനെ ഇട്ടിട്ട് വറുത്തിങ്ങനെ കോരി എടുക്കുകയാണ് അതിനകത്ത്. അപ്പം അതിനോടുള്ള മറുപടി കണ്ടാൽ തന്നെ നമ്മളും ഇറിറ്റേറ്റ് ആവും. അത് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോയിന്റ് ബ്ലാങ്കിലുള്ള ചോദ്യമാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ചോദ്യത്തിന് പുള്ളിക്കാരിക്ക് പാമ്പോട്ടിക്ക് ബോണ്ടിക്ക് അതിന് ഉത്തരവില്ല, മറുപടിയില്ല, അറ്റോണിയാണ്. ഒരു മറുപടി അതിനകത്തില്ല. അതിന്റെ കമന്റ് സെക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഇപ്പൊ മറ്റേ ലൂയി എന്താണ് ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്ന ഫുഡിന്റെ പേരെന്താണ്, ഇങ്ങനെയാണ്. അതെ അതെ അതല്ലാണ്ട് തന്നെ വേറൊരു മെമ്പർ ഈ പറയുന്ന എപ്സ്റ്റീനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ അവിടെ ഹാജരാക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ആൾക്കാർ മൊഴി കൊടുക്കാൻ ഇനിയും ബാക്കിയുണ്ട്, നിങ്ങൾ എത്ര ആൾക്കാരോട് ഇവരിനി സമീപിച്ചാൽ നിങ്ങൾ ഇനിയും മൊഴി കൊടുക്കാനൊക്കെ തയ്യാറാണെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് പോലും അത്രക്ക് എന്താ പറയാ സീരിയസ് ആണ് ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത്. അതിനകത്തൊരു മെമ്പർ ട്രംപിന്റെ പേര് എത്ര തവണ ഉച്ചരിച്ചു, ട്രംപിന്റെ വീഡിയോസ് എത്ര എണ്ണം ഉണ്ട്, ആയിരക്കണക്കിന് സ്ഥലത്താണ് ട്രംപിന്റെ പേര് വന്നേക്കുന്നത്, ആയിരക്കണക്കിന് സ്ഥലത്താണ് ട്രംപിന്റെ വീഡിയോസ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അമേരിക്കയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങളിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നും ആളുകളുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അല്ലാതെ എന്ത് കാരണമാണ് ഇതിനുള്ള? റെജീം ചേഞ്ച് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, അതേപോലെ തന്നെ നിങ്ങൾ ന്യൂക്ലിയർ ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഒബാമന്റെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചയില് ഇവരിതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഇറാന്റെ മേലെയുള്ള ഈ ഇമ്പോസ് ചെയ്തിരുന്ന ഈ പറയുന്ന ഉപരോധം എല്ലാം ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതാണ് ഏകപക്ഷീയമായിട്ട് ആ ഒരു സാധനത്തിന് പിൻവലിച്ചിട്ടാണ് പിന്നെ ട്രംപ് വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നത്. എങ്ങനെ നെറ്റത്ത് തൂക്കി ചൂണ്ടിട്ട് വാടാ, ചർച്ചക്ക് വാടാന്നാ പറയുന്നത്. ആ ചർച്ച നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ സകല ഈ എയർക്രാഫ്റ്റ് ഷിപ്പുകളെ മൊത്തത്തില് ഇറാന്റെ സറൗണ്ടിങ്സിൽ ഇവർ ഡിപ്ലോയ് ചെയ്യുന്നത്. സത്യത്തിൽ ആ ചർച്ച എന്ന് പറയുന്നത് ഇവർക്ക് ഇതിനെ മൂവ് ചെയ്യാനും ഇവർക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇറാൻ അത് മുൻകൂട്ടി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഇറാൻ അത് പ്രിപ്പയർ ആയിരുന്നു എന്നുള്ളത് ഈ വാർ തുടങ്ങിയ മൊമെന്റ് ഓൺവേർഡ്സ് നമ്മൾ കാണുന്നുകൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, പേഴ്സണൽ ആയിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് കുതിര കയറ, ഇത് എന്ന് അവസാനിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങോട്ടാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഇറാൻ വാർ വന്നതിന് ശേഷമാണ് ഒരു കാര്യം ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത്. അതായത് അമേരിക്ക എന്ന് പറയുന്നത് സത്യത്തില് ഇന്ന് ലോകങ്ങളെ കോളനി ആക്കി വെച്ചേക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം മിഡിൽ ഈസ്റ്റിൽ എത്ര രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ പട്ടാള ക്യാമ്പുകൾ ഉള്ളത്, മിലിറ്ററി ക്യാമ്പുകൾ ഉള്ളത്. ഇറാനെ ചുറ്റി ഒരുങ്ങിയ അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പുകളുണ്ട്. ഇപ്പോ ഇന്ത്യയുടെ തൊട്ടടുത്ത്, ശ്രീലങ്കയ്ക്കും ഇന്ത്യനും ഒക്കെ തൊട്ടടുത്തായിട്ട് ഒരു ദ്വീപ് ഉണ്ട്. എന്താ പറയാ, US എന്തോ ഒരു പേരും അതിനുണ്ട്. നമ്മുടെ മൂക്കുന്തഞ്ചത്ത് വരെ അവർക്ക് താവളങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പേസിലെല്ലാം നിന്നിട്ട് ഇവർക്ക് മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് അവർ ആദ്യമേ അതാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ന്യൂ കോളനൈസേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാ. ഡൊണാറ്റിക് ആയിട്ടുള്ള മനുഷ്യന്മാര് ഒരു രാജ്യത്ത് കയറി ചെല്ലുക, അവിടുത്തെ പ്രസിഡന്റിനെ അടിച്ചുകൊണ്ട് പോവാ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അത് നമ്മുടെ രാജ്യത്ത് കയറി വന്നിട്ട് നമ്മുടെ പ്രസിഡന്റിനെയൊക്കെ അടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിനെയൊക്കെ തട്ടിക്കൊണ്ട് പോവുക, എന്നിട്ട് ഇവിടെ വേറൊരാളെ പ്രധാനമന്ത്രി ആക്കാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണത്? നമുക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും അതിനെ? എങ്ങനെ നമ്മുടെ ചിന്ത വെച്ചിട്ട് നമുക്ക് അതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അനലൈസ് ചെയ്യാനും കൂടെ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് മനുഷ്യന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തിനെ നീ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും, ഇവരെന്ത് ചെയ്തെടുക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാര്. ഗസയില് ബോംബിട്ട് ഇനി ഗസയില് ബോംബിടാൻ ഇനി സ്ഥലമില്ല, മൊത്തം നശിച്ചു കഴിഞ്ഞു. എന്നിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. പുള്ളിക്ക് ഇത് നിർത്താനും പറ്റത്തില്ല. കോൺഫ്ലിക്റ്റ് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. എന്നാലാണ് പുള്ളിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള കേസിൽ നിന്നും പുള്ളിക്ക് ഊരാൻ പറ്റത്തുള്ളൂ, അടുത്ത ഇലക്ഷനിൽ പുള്ളിക്ക് ജയിക്കാനും പറ്റത്തുള്ളൂ. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഗസയില് ബോംബിട്ട് തീർന്ന് ഇനി ഒരു രക്ഷയില്ലാണ്ടായ സമയത്താണ് ഇപ്പൊ ഇറാനിലേക്ക് കയറിയേക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ഇസ്രായേലിലെ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം കേൾക്കുന്നത് എന്താണ്? ഈ മിസൈൽ വരുന്ന സൈറനാണ്.
അവരെന്ത് സെക്യൂരിറ്റിയിൽ എന്ത് സമാധാനത്തിലാണ് അവർ ജീവിക്കുന്നത്? ബങ്കറുകളിൽ എത്ര കാലം അവർ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും? പകരം ഈ പറയുന്ന അവരുടെ ചുറ്റുഭാഗമുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലേക്ക് വരികയും ഫലസ്തീൻ അംഗീകരിക്കുകയും അവർ ഈ പീസ് ടോക്ക് നടന്ന് പീസ്ഫുള്ളി ഈ കാര്യങ്ങളെ രമ്യമായി പൊളിറ്റിക്കലി തന്നെ ഇതിനെ പരിഹരിച്ചാൽ മാത്രമേ ഇവർക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ലോകക്രമത്തിലേക്കാണ് ഇവർ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. USA എന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും USA ഫ്ലോട്ട് ആവുന്ന കണ്ടന്റ് എല്ലാം നിങ്ങൾ നോക്ക്. ട്രംപും എഫ്സീനും തമ്മിലുള്ള ബന്ധം, ട്രംപ് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള വീഡിയോസ്, ഹൗസ് ഓഫ് ജസ്റ്റിസിൽ വരുന്ന ഈ പറയുന്ന അറ്റോർണിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ്, ഇതാണ് ഈ ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി ആ സിറ്റുവേഷനിൽ നിന്നും ആളുകളെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ലോകക്രമം ഈ രണ്ട് മനുഷ്യന്മാരും ഈ ഭൂലോകത്തുള്ളിടത്തോളം കാലം എങ്ങനെ പോവും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്.